തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ കുടുംബത്തിന്റെ പ്രതിഷേധം. ആരോപണവിധിയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെ അറസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു നൽകൂ എന്ന നിലപാടിലാണ് മാതാപിതാക്കൾ. ഡോക്ടർക്കെതിരെ മുൻപും സമാന പരാതികൾ ലഭിച്ചതായി ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ റീന പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചുവെന്നും വാർത്തയുണ്ട്. ഡോക്ടറെ നിർബന്ധിതമായി ലീവിലേക്ക് പ്രവേശിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധരുടെ അടക്കമുള്ള ഒരു അന്വേഷണ സംഘത്തിന് പോസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും നടത്തും. ഇതിന് സമാനമായി കുറച്ച് കാര്യങ്ങളും കൂടി എല്ലാം ഇപ്പോൾ പരാതികൾ തന്നിട്ടുണ്ട്. DMOയ്ക്ക് 2 പരാതികളും കൂടി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു അന്വേഷണം കൂടി നടത്തിയതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ ഇവിടെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായി അതിനുള്ള ആക്ഷൻസ് എടുക്കും. ജിബിൻ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഈ തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു ആരോപണം വരുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ റീനയും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് ഈ ആരോപണ വിധേയമായിട്ടുള്ള ഡോക്ടർ, അതായത് ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടറിന്റെ പേരിൽ ഇത് 3ാമത്തെ പരാതിയാണ് ആരോഗ്യവകുപ്പിന് ലഭിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇന്നലെ അർദ്ധരാത്രി വരെ ഈ ഒരു പ്രതിഷേധം നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DMO, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, RDO തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി കുടുംബവുമായി സംസാരിച്ചത്. ഈ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമികമായ ആശുപത്രിയിൽ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ബിന്ദു സുന്ദറിനോട് താൽക്കാലികമായി അന്വേഷണ വിധേയമായി നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ആശുപത്രിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കാരണം ഈ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഇപ്പോൾ അവധിയിൽ പ്രവേശിപ്പിക്കുക എന്നുള്ള ഒരു നടപടി മാത്രമാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. മുൻപ് സമാന രീതിയിൽ പരാതി ഉണ്ടായപ്പോൾ ഡോക്ടർക്കെതിരെ യാതൊരുവിധ നടപടിയും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഡോക്ടർ ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് വരെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഈ മരിച്ച കുട്ടിയുടെ കുടുംബം ഇപ്പോൾ ഉള്ളത്. നിരഞ്ജന എന്ന് പറയുന്ന പാലോട് സ്വദേശിനിയായിട്ടുള്ള യുവതിയുടെ കുഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഈ പ്രസവ ശസ്ത്രക്രിയക്കിടെ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ നിരഞ്ജനെ കഴിഞ്ഞ ദിവസമാണ് പുലർച്ചയോടുകൂടി ലേബർ റൂമിലേക്ക് കയറ്റുന്നു. 12 മണി വരെയും പ്രസവം ഉണ്ടാവാത്തതിനെ തുടർന്ന് സിസേറിയൻ വേണമെന്ന് കുടുംബത്തോട് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 2:30 ഉച്ചയ്ക്ക് ശേഷം 2:30 എത്രയും വേഗം ആംബുലൻസ് അറേഞ്ച് ചെയ്യണമെന്ന് കുടുംബത്തോട് ഈ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ അറിയിക്കുന്നത്. തുടർന്ന് ആംബുലൻസ് എത്തിയ സമയത്ത് പെട്ടെന്ന് കുടുംബത്തെ വിവരം അറിയിക്കുകയായിരുന്നു കുഞ്ഞിന്റെ പ്രസവം നടന്നു. പക്ഷേ അവിടേക്ക് എത്തിയ ഈ കുട്ടിയുടെ പിതാവ് കാണുന്നത് മരണമടങ്ങി നടക്കുന്ന സ്വന്തം കുഞ്ഞിനെയാണ്. തുടർന്ന് ഈ ഡോക്ടറിനോട്, അതായത് ബിന്ദു സുന്ദറിനോട് തന്നെ ഈ ഡോക്ടർ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ബിന്ദു സുന്ദർ ഈ കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞത് താനല്ല സർജറി ചെയ്തതെന്ന് പറഞ്ഞ ശേഷം ബിന്ദു സുന്ദർ അവിടെ നിന്ന് പോവുകയായിരുന്നു. തുടർന്നാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നത്. കാരണം ഈ ആശുപത്രി അധികൃതർ തന്നെ, കൂടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാരും നഴ്സുമാരും തന്നെ ഈ കുട്ടിയുടെ പിതാവിനോട് പറയുകയുണ്ടായി ബിന്ദു സുന്ദറാണ് സർജറി ചെയ്തതെന്ന്. തുടർന്ന് ഈ കുട്ടിയുടെ പിതാവ് മറ്റു ബന്ധുക്കളെ വിവരം അറിയിക്കുകയും തുടർന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. ആ സമയത്ത് പോലും ഡോക്ടർ ബിന്ദു സുന്ദർ ഇവരോട് സംസാരിക്കാൻ തയ്യാറാകാതെ അവിടെ നിന്ന് കാർ എടുത്ത് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് പ്രതിഷേധക്കാർ എത്തിയാണ് ഡോക്ടറിന്റെ കാർ തടഞ്ഞിടുകയും പിന്നീട് നെടുമങ്ങാട് പോലീസാണ് സ്ഥലത്തെത്തി ഈ ഡോക്ടറിനെ പോലീസ് വാഹനത്തിൽ തിരികെ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് RDO, DMO, ആരോഗ്യവകുപ്പ് ഡയറക്ടർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും ഡോക്ടറുമായും മറ്റ് ആരോഗ്യവകുപ്പ് പ്രതികളുമായി, പ്രത്യേകിച്ച് ഈ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഡോക്ടറിനോടൊപ്പം ലേബർ റൂമിലുണ്ടായിരുന്ന മറ്റ് ആരോഗ്യ പ്രവർത്തകരുമായി ഒക്കെ സംസാരിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറിനോട് പ്രാഥമികമായി ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്ന് താൽക്കാലികമായി നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്നും ഈ ആരോപണ വിധേയ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലം MLA കൂടിയായിട്ടുള്ള MLA തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DMO തല അന്വേഷണത്തിന് ഇന്നലെ തന്നെ ശുപാർശ നൽകുകയും ചെയ്തു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയും റിപ്പോർട്ട് തേടുന്നതിന് വേണ്ടിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ഈ ഡോക്ടർമാരുടെ സംഘം എത്തിയ ശേഷമായിരിക്കും കൂടുതൽ നടപടികൾക്ക് സാധ്യതയുള്ളത്. താങ്ക് യു ജിബിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.